സുജിയ, ശശി തരൂരിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ശശി തരൂരിന്റെ ഈ സർവേ വന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചല്ലോ. അതിൽ കോൺഗ്രസ് ഒരുപാടൊന്നും സമയം കാത്തിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കോൺഗ്രസിന്റെ ഒരു കാലതാമസം, അതാണ് എപ്പോഴും കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത്. ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ്. ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കാൻ പോകുന്നു, ആ പേരിലുള്ളതുപോലെ തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ മുന്നണി എവിടെയാണ് ഉള്ളത്? ഡൽഹിയിൽ എവിടെയെങ്കിലും ഇന്ത്യ മുന്നണിയുടെ എന്തെങ്കിലും യോഗം നടക്കുന്നുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ചയോ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇന്ത്യ മുന്നണി ഇങ്ങനെ ശിഥിലമായി അവിടെ ഇവിടെയായി കിടക്കുകയാണ്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും നമുക്കൊന്ന് ഇരിക്കണ്ടേ എന്ന് ചോദിച്ചു വരിക. അപ്പോൾ ഇരിക്കാൻ ഈ നേതാക്കളും ഈ പാർട്ടികളും എല്ലാം അതേപടി 2029 ഉണ്ടാകുമെന്നാണ്. ഒരുപക്ഷെ അതിന് മുൻപ് വൺ നേഷൻ വൺ ഇലക്ഷൻ വരികയാണെങ്കിൽ ആ രീതിയിലായിരിക്കാം കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രൂപീകരിച്ചതിന് ശേഷം അതിനെ പരിപാലിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് വ്യക്തികളുടെ കാര്യത്തിലായാലും സഖ്യങ്ങളുടെ കാര്യത്തിലായാലും കോൺഗ്രസ് എപ്പോഴും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ. അതിൽ കാണിച്ച കടുംപിടുത്തമാണ്. അക്കോമഡേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു, എന്നാൽ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കാനൊന്നും ഇപ്പോൾ ഈ സമരം നടത്തിയതുപോലെ മഹാഗഡ്ബന്ധന് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ബീഹാറിലില്ല എന്നത് വ്യക്തമാണ്. കാരണം അവിടെ നമ്മൾ പറയുമല്ലോ, കൃത്യമായി ഒരു പിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്തല്ല എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ ബോൾ എറിയണം എന്ന് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടീം ആലോചിക്കുക. അതിനു മുൻപ് തന്നെ അവർ പരിശീലനം നടത്തും, പലതവണ അവർ കളിച്ച് പഠിക്കും എങ്ങനെയാണ് നമ്മുടെ ടീമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എതിരാളി ആര് വന്നാലും ഏത് ബാറ്റർ എതിരെ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ഓവറിൽ തന്നെ ഔട്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷനൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ മറുപടി കൊടുത്തല്ലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി തരണം, അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖാമൂലം പറയണം. അല്ലാതെ പറയട്ടെ, ഈ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോട്, നിങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അവിടെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ തരണമെന്ന്. അതായത് ഓരോന്നിനും ഓരോ കൃത്യമായ കീഴ്വഴക്കങ്ങളും രീതികളും ഒക്കെയുണ്ട്. അല്ലാതെ ഒരു കുടുംബത്തിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം പാരമ്പര്യം കൊണ്ട് വന്ന് എന്തെങ്കിലുമായി തീരേണ്ടതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവന്റെ കഴിവും അവനവന്റെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതായത് വ്യക്തികളെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുക, രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനെ എന്തുകൊണ്ട് കൃത്യമായി ഒപ്പം നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല? അതായത് കുടുംബം നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വ്യക്തിപരമായ മെറിറ്റുകൾ അവിടെ നിൽക്കുമ്പോഴും അത് കുടുംബത്തിന്റെ ഒരു താല്പര്യം അതിലുണ്ടെന്നേ. അതാർക്കാണ് അറിയാത്തത്? നെഹ്റു കുടുംബത്തിന്റെ ഒരു താല്പര്യം അതിൽ കൃത്യമായിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടങ്ങുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സോക്കോൾഡ് ഹൈക്കമാൻഡിന്റെ ഒരു താല്പര്യം, അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ശശി തരൂരിന് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം തോറ്റുപോയത്. അദ്ദേഹം 1041 ആണെന്ന് തോന്നുന്നു, അത്രയും വോട്ട് അദ്ദേഹം പിടിച്ചല്ലോ. ഈ പറയുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചുകൊണ്ട് അത്രയും പേർ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറായി? അത്രയും പേർക്ക് വിയോജിപ്പുള്ളത് കൊണ്ട്. ആ വിയോജിപ്പ് തുറന്നു പറഞ്ഞാൽ അങ്ങനെ പോകുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ എന്ന് കരുതിയാണ് അത്രയും പേർ ശശി തരൂരിനെ പിന്തുണച്ചത്. അത് കോൺഗ്രസിന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. പിന്നെ പ്രവർത്തക സമിതി അംഗമാക്കി, അതും ആരുടെയും ഔദാര്യമല്ല. ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളെ ആ പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ശശി തരൂരിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതിനുശേഷം അദ്ദേഹത്തെ എങ്ങനെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്തത്? ശശി തരൂര് പലതവണ പല വിഷയങ്ങൾ ഉയർത്തിയപ്പോഴും ഒന്നും ശശി തരൂരിന് ആ രീതിയിലുള്ളൊരു റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുന്ന വേളയിൽ നേരത്തെ ആൻഡ്രൂ സർ സൂചിപ്പിച്ചതുപോലെ ശശി തരൂര് രാഹുൽ ഗാന്ധി രണ്ടുപേരെ ഒന്ന് കമ്പയർ ചെയ്തോളൂ. രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഏകദേശം സമാന രീതിയിൽ തന്നെയാണ്. അല്ലാതെ KSU വഴി പ്രവർത്തിച്ചൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നത്. കോൺഗ്രസിന്റെ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി KSU കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണോ വന്നത്? അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധി KSU കാലം മുതൽ പ്രവർത്തിച്ചാണോ വന്നത്? അല്ല. KSU യൂത്ത് കോൺഗ്രസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ രണ്ട് നേതാക്കളും. അങ്ങനെയാണെങ്കിൽ അവരെക്കാളൊക്കെ എത്ര യോഗ്യനാണ് ഹൈബി ഈഡൻ, അല്ലെങ്കിൽ അവരെക്കാളൊക്കെ എത്ര യോഗ്യനാണ് ഡീൻ കുര്യാക്കോസ്? അങ്ങനെ നേതാക്കളെ എടുത്തു നോക്കൂ. അപ്പോൾ ഓരോ നേതാക്കളും കൃത്യമായി പ്രവർത്തിച്ച താഴെ തട്ടിൽ നിന്ന് കയറി വന്ന ആളുകളാണ്. രമേശ് ചെന്നിത്തല എടുത്തു നോക്കൂ. ഓരോരുത്തരും അതെ, അവരൊക്കെ ഈ പ്രവർത്തക സമിതിയിൽ ഇരിക്കാൻ യോഗ്യനല്ലേ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് അപ്പോൾ സാമുദായിക പ്രിഫറൻസസ് വെച്ചിട്ട് രമേശ് ചെന്നിത്തല ക്ഷണിതാവ് മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗമാകുന്നില്ല? ഈ പറയുന്നത് പോലെ മെറിറ്റ് അനുസരിച്ചുള്ള റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ എന്തുകൊണ്ട് മെറിറ്റുള്ള രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗമായി അവിടെ ഇരിക്കുന്നില്ല? അദ്ദേഹം കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തന്നെ കഴിവ് തെളിയിച്ചതല്ലേ? MP ആയും MLA ആയും മന്ത്രിയായും ഒക്കെ അദ്ദേഹം കഴിവ് തെളിയിച്ചതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാക്കുന്നില്ല? അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കോൺഗ്രസിന് കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അറിയില്ല. പുള്ളിനൂടെ യൂത്ത് കോൺഗ്രസിലാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയാ. അപ്പോ ഞാൻ കൂടുതൽ പുള്ളി പ്രതിപക്ഷ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തല്ലേ സാറേ? അവിടെ വരെ എത്തിയ കേസല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ, അതായത് UPA 1ഉം 2ഉം ഭരിച്ചതിന് ശേഷം ഒരു തവണ തോറ്റു, മനസ്സിലാക്കാം. രണ്ടാം തവണ തോറ്റു, അതും മനസ്സിലാക്കാം. മൂന്നാം തവണയും തോറ്റിരിക്കുകയല്ലേ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒറ്റ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അങ്ങനെ മാറ്റേണ്ട കാര്യമുണ്ടോ? അടുത്ത ഒരു ഊഴം കൂടി കൊടുക്കാമല്ലോ, അതും കൊടുക്കുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇലക്ഷൻ മത്സരിക്കുന്നവരെ രമേശ് ചെന്നിത്തലയ്ക്ക്
ഒപ്പം ബാക്കിയുള്ളവരെ പോലെ തന്നെ പദവിയുള്ള അർഹതയുള്ള ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല. എനിക്കതിൽ തർക്കമൊന്നുമില്ല. ശരി, അപ്പോൾ നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ വിയോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കഴിവനുസരിച്ച് കൃത്യമായി പ്ലേസ് ചെയ്യാൻ, അവരെ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കൃത്യമായി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ടെന്നേ. നിങ്ങളൊക്കെ നരേന്ദ്രമോദി 2024 അധികാരത്തിൽ വരുമ്പോൾ വലിയ രീതിയിൽ ഇവിടെ അടക്കം ചർച്ച ചെയ്തതാണ്, മാഡം അടക്കം അഭിപ്രായം പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു ആൻഡോ സാർ വന്ന അഭിപ്രായം പറഞ്ഞതാണ്. അതായത് ഈ സഖ്യമായിട്ടാണല്ലോ ഭരിക്കുന്നത്, ഒരു വർഷത്തിനപ്പുറം ഇത് പോകില്ല എന്നുള്ളത് അന്ന് ഇങ്ങനെ വലിയ രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് എന്താണ്, ആ സഖ്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ആ സഖ്യത്തിലുള്ള ഘടകകക്ഷികളെ അവരുടെ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകർഷനായി ശശി തരൂർ ഇപ്പുറത്ത് താൻ കോൺഗ്രസിന്റെ MP ആണ് എന്നത് മറന്നുകൊണ്ട് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞു പോവുകയാണെന്നേ. സത്യം പറയുന്ന ശശി തരൂരിനെ നിങ്ങളെല്ലാവരും വട്ടമിട്ട് നിന്ന് ഇങ്ങനെ കല്ലെറിയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് വ്യക്തിപരമായ വിദ്വേഷവും നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടമില്ലായ്മയും BJP-യോടുള്ള ഇഷ്ടമില്ലായ്മയും എല്ലാം ഇങ്ങനെ തികട്ടി വരുന്നുണ്ടാകും. ശശി തരൂരിന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് മാറ്റം വന്നു. 2024 ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ശശി തരൂർ 2025 നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൂടാ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ശശി തരൂരിന്റെ പുസ്തകത്തിലടക്കം അദ്ദേഹം വിമർശിച്ച കാര്യങ്ങൾ അതെല്ലാം തിരുത്തി പറയുന്നു, അതെല്ലാം വിഴുങ്ങുന്നു എന്നതാണല്ലോ ഇവിടെ ഒരു ആരോപണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നരേന്ദ്രമോദിയെ മാത്രമല്ല, അല്ലെങ്കിൽ BJP-യെ മാത്രമല്ല, രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ നേരത്തെയും ശശി തരൂർ വിമർശിച്ചിട്ടൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും നേരത്തെയും വന്നിട്ടൊക്കെ ഉള്ളതാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന്, രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഈ വിമർശന പാതയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ശശി തരൂർ. അതായത് നേരിട്ടുള്ള അറ്റാക്കിലേക്ക് ശശി തരൂർ ഇപ്പോൾ എത്തുന്നു എന്നതാണ്. ഇപ്പോൾ ഈ പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം 2 ദിവസം മുൻപാണ് ആ ലേഖനം വന്നത്. അത് ഇപ്പോൾ മലയാളം പത്രത്തിലേക്ക് വന്നപ്പോഴാണ് അത് കേരളത്തിൽ ചർച്ചയാകുന്നത്. പ്രോജക്ട് സിൻഡിക്കേറ്റിൽ അത് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഈ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ വന്ന ആ ലേഖനം ഇതിനു മുൻപും ഒരു കൃത്യമായ ഒരു പീരീഡിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടവേളയിൽ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. കൃത്യമായിട്ടാണ്, പീരിയോഡിക്കലായിട്ടാണ് വരുന്നത്. ഒരു 2 months അല്ലെങ്കിൽ 6 months ആ ഒരു ഗ്യാപ്പിൽ കൃത്യമായി അത് വരുന്നുണ്ട്. അത് മറ്റ് പല പ്ലാറ്റ്ഫോംസിലും അത് എടുത്ത് വീണ്ടും വാർത്തയാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് ചർച്ചയാകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ശശി തരൂരിന് എതിരെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ശശി തരൂർ കേരളത്തിലും വേണ്ട, കേന്ദ്രത്തിലും വേണ്ട, അത് ചിലരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചറിയാത്ത വണ്ണം അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ശശി തരൂർ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശശി തരൂർ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങി കളിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് പൊള്ളി തുടങ്ങി. അതുകൊണ്ട് അങ്ങ് ചെയ്യട്ടെ എന്ന് പറയാണ്. ശശി തരൂർ ചെയ്യാനൊന്നും പോകുന്നില്ല. ശശി തരൂർ ചെയ്യാനായിട്ട് കാത്തിരുന്ന് നോക്കിയിരിക്കുന്നവർ ചിലപ്പോൾ ചീഞ്ഞു പോയെന്ന് വരും. അത് ചിലപ്പോൾ ശശി തരൂർ ഇപ്പുറത്തിരുന്ന് കണ്ടുവെന്നും വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, www.shashitharoor.in രജിസ്റ്റർ കമ്പനിയും votevibe.in രജിസ്റ്റർ കമ്പനിയും ഒന്നാണ്. 2 മുംബൈ ആസ്ഥാനമായ എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ശശി തരൂർ തന്നെ നടത്തിയ നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങിക്കുന്നത് എവിടുന്നാണെന്നുള്ളത് അതിലല്ല. നിങ്ങളും ബോളും കൊടുക്കൂല, ബാറ്റും കൊടുക്കൂല. ഇവിടെ ഇപ്പോൾ ശശി തരൂർ തുറന്നു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ ഈ ലേഖനത്തിൽ, പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ, അതിൽ ഈ തുർക്ക്മാൻ ഗേറ്റ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയത്, സപ്രഷൻ ഓഫ് ഫ്രീഡം, അതേക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ, ഞാൻ പറയും ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ഏറ്റവും നന്നായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നതിന് BJP-ക്ക്, കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആയുധമാണ് ശശി തരൂർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള റിമൈൻഡറാണ് ഈ ലേഖനം. പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം എന്ന് പറയുന്നത് എന്തായിരുന്നു അടിയന്തരാവസ്ഥ, എന്താണ് ഇന്ദിരാഗാന്ധി ചെയ്തത്, കോൺഗ്രസിന് പോലും തൊടാൻ കഴിയില്ല. അതായത് ശശി തരൂരിനെ അങ്ങ് വെറുതെ വിടുന്നതുകൊണ്ടല്ല. എങ്ങനെ ന്യായീകരിക്കും? അമ്മാതിരി ചെയ്തല്ലേ ഇന്ദിരാഗാന്ധിയും കൂട്ടരും ചെയ്തു വെച്ചത്. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ചെയ്ത കാര്യങ്ങൾ അത് ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ? ന്യായീകരിച്ചാൽ ഇനി ഉള്ള അവസരവും ഉള്ള സീറ്റും കൂടി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശശി തരൂരിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. നമുക്ക് അയാളെ അങ്ങ് വെറുതെ വിട്ടേക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിമർശിക്കാതിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ സർവേയെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ. ഈ സർവേയിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന സർവേ, അതിൽ 28% ഫേവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഈ ഏജൻസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ഏജൻസിയാണ് എന്നതാണ് ഇപ്പോൾ വാദമായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത്. പക്ഷേ അതിലെ ഫൈൻഡിങ്ങോ, അതിൽ കൃത്യമായി സാമ്പിൾ സൈസ് എടുത്ത് ഏത് ഏജൻസി നടത്തിയാലും, ഒരുപാട് ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെ ഈ സർവേ നടത്താറുണ്ട്, ഏത് ഏജൻസി നടത്തിയാലും എത്ര സാമ്പിൾ കളക്ട് ചെയ്തു, കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണോ സർവേ നടത്തിയത് എന്നാണ് കാര്യം. നമ്മൾ നടത്തിയ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് KK ശൈലജയ്ക്കാണ്. അന്നും ഇതേ രീതിയിൽ തന്നെയാണ്. ശശി തരൂരിനെ ഫേവർ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റിപ്പോർട്ടറിന്റെ സർവേ എന്തായാലും ഈ ശശി തരൂരിന്റെ ഈ കണക്റ്റഡ് കമ്പനി അല്ലല്ലോ നടത്തിയത്. അത് ശശി തരൂരല്ലോ ഫസ്റ്റ് ആയത്. അല്ല, ശശി തരൂർ അതിനുണ്ടായിരുന്നു. ശശി തരൂരിനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോയ്സായി വെച്ചിട്ട് പോലുമില്ലായിരുന്നു. ശശി തരൂരിനെ തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും അവസാന ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. അതെ, അവിടെ എന്താ ഇവർ സർവേ നടത്താത്തത്? ഇവർ ഈ 2026 സർവേ മാസം നടത്തുന്നത് എന്താ? അതെന്തൊരു പരിപാടിയാ?
ബീഹാറിലെ സർവേ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബീഹാറിൽ ഈ ഏജൻസിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ സർവേ ഫലമാണോ വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ ഈ സർവേക്ക് ഒരു ജെനുവിനെസ് ഇല്ല എന്ന് തന്നെ അങ്ങ് വെച്ചോളൂ. കാരണം ഈ വോട്ട് വൈവ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞല്ലോ, അതായത് എക്സ്പോസ്റ്റ് നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോഴേക്കും അതിന്റെ ഈ ശശി തരൂരുമായിട്ടുള്ള ആ ഫാൻ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് അതിൽ കാണാം. ആ ഫാൻ അക്കൗണ്ടിനെ ശശി തരൂർ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനത് എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഈ സർവേ എന്നുള്ളതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഈ സർവേയുടെ ഒരു ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂരിന് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന സർവേ ആണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും എന്തിന് കെ. മുരളീധരൻ വരെ ഇങ്ങനെ കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുമ്പോഴാണ് അപ്പൊ ശശി തരൂർ എന്താ, ശശി തരൂരിനെ പ്രവർത്തിക്കേണ്ട, ശശി തരൂർ ആ പോസ്റ്റിലേക്ക് വരിക പോലും മുഖ്യമന്ത്രി ആകാനായിട്ട് വോട്ട് ചെയ്യുന്നതാണോ? അത് പറ്റില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുജയും പറയുന്നത് നമ്മൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ തരൂരിന്റെ തന്ത്രമോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ്. Meet the editors.